പെസഹ വ്യാഴം അത് ഒരു കടന്നു പോകലിൻ്റെ അനുസ്മരണമാണ്. പഴയ നിയമത്തില് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോകൽ, പുതിയ നിയമത്തില് അത് യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിന് ശേഷം നിത്യമായിട്ടുള്ള ഭവനത്തിലേക്കുള്ള കടന്നുപോകലിന്റെ അനുസ്മരണം നടത്തുന്ന ദിവസം. അന്നാണ് തമ്പുരാൻ സിനിയെ തൻ്റെ നിത്യതയുടെ ലോകത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഈശോ ലാസറിനെ ഉയർപ്പിച്ചു. പക്ഷേ ലാസർ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മരിച്ചു. നിത്യതയുടെ ലോകത്തിലേക്ക് പിന്നീടാണ് യാത്രയാണ്. ഈശോ അമർത്യതയുടെ ലോകത്തിലേക്ക്, നിത്യതയുടെ ലോകത്തിലേക്ക് പിറ്റേ ദിവസം കാൽവരിയിലെ ബലിയിലൂടെ പ്രവേശിച്ചു കഴിയാണ്. യേശു ഉയർപ്പിക്കപ്പെട്ടു. നാമും ഈ ലോകത്തിലെ തീർത്ഥാടനം പൂർത്തീകരിച്ച് യേശു ഉയർപ്പിക്കപ്പെട്ടതുപോലെ ഉയർപ്പിക്കപ്പെടേണ്ടവരാണ്. സിനി നമുക്ക് മുമ്പേ ആ നിത്യതയുടെ ഭവനത്തിലേക്ക് യാത്രയായിരിക്കുക. ദൈവം സിനിക്ക് നിശ്ചയിച്ചുറപ്പിച്ചത് 52 വർഷം. നാം ചോദിക്കും, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അതിന് ഉത്തരം മറ്റൊന്നുമല്ല, കാൽവരിയിലെ കുരിശിലേക്ക് നോക്കിയിട്ട് ഓരോരുത്തർക്കും ദൈവം നൽകുന്ന കാലഘട്ടം അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ചിലർക്ക് കൂടുതലുണ്ടാവും, ചിലർക്ക് കുറവുണ്ടാവും. സിനിക്ക് ദൈവം നിശ്ചയിച്ചത് 52 വർഷമാണ്. സിനി നന്നായിട്ട് ഒരുങ്ങി തന്റെ നിത്യതയുടെ ഭവനത്തിലേക്കുള്ള യാത്ര അത് ഏറ്റവും അനുഗ്രഹപ്രദമാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. നമുക്കത് വേദനാജനകമാണ്. വേർപാട് തീർച്ചയായിട്ടും മനസ്സിലെ നൊമ്പരങ്ങള് സൃഷ്ടിക്കുന്നു. ഈ അവസരത്തില് സിനിയുടെ ഭർത്താവ് ആൻഡ്രോയോടും മകൻ എബിനോടും അവരുടെ ദുഃഖത്തില്, അവരുടെ വേദനയില് പങ്കുകൊള്ളുകയും അനുശോചനവും പ്രാർത്ഥനയും സ്നേഹവും അറിയിക്കുകയും ചെയ്യാണ്. സിനി നിത്യതയുടെ ഭവനത്തില് തമ്പുരാനോടൊപ്പമായിരുന്നു കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ധാരാളം അനുഗ്രഹങ്ങൾ തമ്പുരാന് വാങ്ങിച്ചു തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ അവസരത്തില് സിനിയുടെ കുടുംബാംഗങ്ങളോട്, അമ്മച്ചി ഫിലോമിന അമ്മച്ചിയോട്, അതുപോലെ തന്നെ മറ്റ് സഹോദരങ്ങളോട് അനുശോചനം പ്രാർത്ഥനയെ അറിയിക്കുന്നു. അതോടൊപ്പം ആൻഡ്രോയുടെ സഹോദരനായിട്ടുള്ള ജോഷിയോടും ഇയാൾക്കുടെ രൂപതയില് വളരെ സുദീർഘമായിട്ട് വളരെ ആത്മാർത്ഥയോട് ശുശ്രൂഷ ചെയ്യുന്ന സിജു അച്ഛനോടും മറ്റു കുടുംബാംഗങ്ങളോടുള്ള സ്നേഹവും പ്രാർത്ഥനയും അനുശോചനവും അറിയിക്കട്ടെ. തമ്പുരാൻ നിത്യതയുടെ ഭവനത്തില് തമ്പുരാനോടൊപ്പമുള്ള വാസം നൽകി സിനിയെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.